ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1:34 നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ എടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ എടുക്കുന്നത് വെച്ചാൽ നാളെ ഒരു പക്ഷേ നമ്മുടെ ക്ലാസ് ലേറ്റ് ആയതുകൊണ്ട് ഉറങ്ങിപ്പോയാലും നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തന്നെ എടുക്കുന്നത്. സോ പ്രിയപ്പെട്ട മക്കളെ, മാക്സിമം ഈ SLC വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ ലൈവിലേക്ക് വരാനും പറയുക. ഏറ്റവും അടിപൊളിയായിട്ടുള്ള നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു കമൻറ്റും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രൂവ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ട്രിഗണോമെട്രിയിൽ നിന്ന് പ്രൂവ് ചെയ്യാനുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൽ 2 ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കാണിക്കുന്നത്. അതിന്റെ പുറമെ അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചുതരാം. എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു വന്ന ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നമ്പർ 1. ചിത്രത്തിൽ ആംഗിൾ ബി 90 ഡിഗ്രി ആണ്. AB യുടെ നീളം തന്നിട്ടുണ്ട്, AC യുടെ നീളം തന്നിട്ടുണ്ട്. അപ്പോൾ പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് ഈ നീളം 12 സെന്റിമീറ്റർ എന്ന് കാണാൻ പറ്റും. ഈസി ആയിട്ട് കിട്ടും. അടുത്ത ചോദ്യം, സൈൻ എയും കോസ് എയും ടാൻ എയും കാണാനാണ്. ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പറ്റ്ന്യൂസ് അഥവാ എതിർവശം ബൈ കർണം. കോസ് എ എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം. ആൻഡ് ടാൻ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ സമീപവശം അഥവാ എതിർവശം ബൈ സമീപവശം. അപ്പോൾ ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സൈൻ എ ഈക്വൽ ടു കോസ് സി എന്നാണ്. സൈൻ എയും കോസ് സിയും എങ്ങനെയാണ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. സൈൻ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12/5 ആണ്. സൈൻ എ ഈസ് ഈക്വൽ ടു 12/13 ആണ്. എന്താണ് കോസ് സി എന്ന് പറഞ്ഞാൽ? കോസ് സി എന്ന് പറഞ്ഞാൽ ഇതാണ് സി. കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം അഥവാ അതും 12 ബൈ ഹൈപ്പറ്റ്ന്യൂസ് അഥവാ അഡ്ജസന്റ് ബൈ ഹൈപ്പറ്റ്ന്യൂസ് 12/13 ആണ്. സോ രണ്ടും ഈക്വലായി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ. ഈ ചോദ്യം നിങ്ങൾക്ക് ഒന്നെങ്കിൽ സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ഈക്വൽ ടു ടാൻ എ എന്ന് പ്രൂവ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇതുപോലെ കോസ് എ ഇൻറ്റു ടാൻ എ ഈക്വൽ ടു സൈൻ എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ള 2 ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ് മക്കളെ. കോസ് എ ഇൻറ്റു ടാൻ എ എങ്ങനെ പ്രൂവ് ചെയ്യാം? എന്താണ് കോസ് എ? ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. കോസ് എ എന്ന് പറഞ്ഞാൽ 5/13 ആണ്. സോ 5/13. ടാൻ എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് 12/5 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 5ഉം 5ഉം കട്ടായി പോകും. ദാറ്റ് ഈസ് 12/13 കിട്ടും. എന്താണ് 12/13 എന്ന് പറഞ്ഞാൽ? 12/13 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ എ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി എൻ്റെ വക അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്. പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യുക. എന്താണ് സൈൻ എ എന്ന് പറഞ്ഞാൽ? അത് 12/13 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ? 12/13 സ്ക്വയർ ആണ്. എന്താണ് കോസ് എ? കോസ് എ എന്ന് പറഞ്ഞാൽ 5/13 ആണ്. സോ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 5/13 ഹോൾ സ്ക്വയർ ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 12ന്റെ സ്ക്വയർ 144, 13ന്റെ സ്ക്വയർ 169, 5ന്റെ സ്ക്വയർ 25, 13ന്റെ സ്ക്വയർ 169. നമുക്കറിയാം ഡിനോമിനേറ്റർ അഥവാ ഛേദം രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അംശത്തെ തമ്മിൽ ആഡ് ചെയ്യാം, ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. 144 പ്ലസ് 125 പറഞ്ഞാൽ 169 ആണ്. 169/169 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. സെറ്റ് ആണെങ്കിൽ സെറ്റ്. മക്കളെ, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം പെട്ടെന്ന് ലൈവാന്ന് വിചാരിച്ചു പോയിട്ടോ. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ പ്രിയപ്പെട്ട മക്കളെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കിട്ടി. ഇനി ഇതേ ട്രിഗണോമെട്രിയിൽ നിന്ന് തന്നെ പ്രൂവ് ചെയ്യാവുന്ന മറ്റൊരു കിടിലം ക്വസ്റ്റ്യൻ ആണിത്. താഴെ തന്നിരിക്കുന്നതിൽ ആംഗിൾ എ എത്ര എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇത് 90 നമുക്കറിയാം. കുറച്ച് സ്പീഡ് ഇല്ല, ഞാൻ വേറെ സംസാരത്തിലേക്ക് ഒന്നും പോകാത്തത് കൊണ്ട് തന്നെ ക്ലാസ് മാത്രം കേട്ടിരിക്കുക. എക്സാം ടൈം ആയതുകൊണ്ടാണ്. 44 ഡിഗ്രി, ഇത് 46 ഡിഗ്രി. അപ്പോൾ 46 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ടാൻ 44 എത്ര എന്നാണ് ചോദ്യം. ടാൻ 44 എന്ന് പറഞ്ഞാൽ AB/BC ആണ്. ദാറ്റ് ഈസ് ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. അടുത്ത ചോദ്യം, ടാൻ 44 ഇൻറ്റു ടാൻ 46 ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യുക. ടാൻ 44 എന്ന് പറഞ്ഞാൽ AB/BC ആണ്. എന്താണ് ടാൻ 46 എന്ന് പറഞ്ഞാൽ? ടാൻ 46 എന്ന് പറഞ്ഞാൽ BC/AB ആണ്. സോ AB-യും AB-യും വെട്ടിപ്പോയാൽ BC/BC കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എത്ര പെട്ടെന്ന് പ്രൂവ് ആയി നോക്കി. 4 ചോദ്യങ്ങൾ നിങ്ങൾ പ്രൂവ് ആയിട്ട് കണ്ടുപിടിച്ചു പ്രിയപ്പെട്ട മക്കളെ. ഇനി ഞാൻ കടക്കാൻ പോകുന്നത് നമ്മുടെ ടാൻജൻസ് അഥവാ തൊടുവരയിൽ നിന്ന് അവിടെ കിടിലം ക്വസ്റ്റ്യൻസിലേക്കാണ്. തൊടുവരയിൽ നിന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ ദ ഫിഗർ O ഇസ് ദ സെന്റർ ആൻഡ് PC ഇസ് എ ടാൻജൻ. ചിത്രത്തിൽ O എന്ന് പറയുന്നത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്, PC എന്ന് പറയുന്നത് തൊടുവരയാണ്. ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഈ കാണുന്ന ആംഗിൾ 35 ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ആംഗിൾ BPC? ഈ കാണുന്ന ആംഗിൾ എത്ര? നമുക്കറിയാം ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണോ ആ കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആണ്. സോ ഈ കാണുന്ന ആംഗിൾ 35 ഡിഗ്രിയാണ്. അത് വാട്ട് ഈസ് ആംഗിൾ APC? നമുക്കറിയാം APC എന്ന് പറയുന്ന ആംഗിൾ, ഈ കാണുന്ന ആംഗിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ.
ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. വ്യാസം ഇത് 35. സോ 90 + 35 ദാറ്റ് ഈസ് ഈക്വൽ ടു 125 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ആംഗിൾ PCB? ഈ കാണുന്ന ആംഗിൾ 90 ആണ്. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 - 35 ദാറ്റ് ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി ആയിരിക്കും. സോ ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? അത് 35 ഡിഗ്രിയാണ്. സോ നമ്മോട് ചോദിച്ചത് ഈ കാണുന്ന ആംഗിൾ എത്ര എന്നാണ്. ഇത് കണ്ടുപിടിക്കാൻ എന്താണ് ബൈ? ഈ കാണുന്ന ആംഗിൾ നമുക്കറിയാം 180 നിന്നും 55 കുറച്ചാൽ മതി. 180 നിന്നും 55 കുറച്ചാൽ എത്ര കിട്ടും? 125 ഡിഗ്രി കിട്ടും അല്ലേ? 125 ആണ്, ഇത് 35 ആണ്. ഏതെങ്കിലും ആംഗിൾ മാറ്റം ഉണ്ടോ നോക്കുക കേട്ടോ. ഐഡിയ കിട്ടിയാൽ മതി. 120, 30, 150, 150, 5, 5. അപ്പോൾ ഇത് 20 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം എന്താണെന്ന് അറിയോ? ആംഗിൾ A = x ആണ് എങ്കിൽ ആംഗിൾ C = 90 - 2x എന്ന് പ്രൂവ് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇവിടെ 35 ആണ്. അപ്പോൾ ആംഗിൾ C എന്ന് പറഞ്ഞാൽ 90 - 35 ആണോ? ആംഗിൾ A = x ആണെങ്കിൽ ആംഗിൾ C = 90 - 2x. 90 നോക്കി 90 - 2x എന്നാൽ 2 × 35 70. യെസ്, 20 ആണ് കിട്ടുന്നത്. അത് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം, നമ്പർ വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചിട്ടാണ്, എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ കാണുന്ന ആംഗിളിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലേ? ഈസി. ഈ കാണുന്ന ആംഗിൾ എന്താണ്? 90 ആണ്. സോ ഈ കാണുന്ന ആംഗിൾ എന്തായിരിക്കും? 90 - x ആയിരിക്കും. കാരണം ഇത് 90 ആണ്. അപ്പോൾ ഇതും കൂട്ടിയാൽ 90 കിട്ടണം. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് 90 - x. ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ നമ്പറിന് പകരം എക്സ് ഇട്ടു. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഇത് മൊത്തത്തിൽ 180. അപ്പോൾ 180 90 - x കുറച്ചാൽ മതി. 180 - 90 - x. 180 - 90 90 - x + x. സോ ഈ കാണുന്ന ആംഗിൾ എന്ത് വരും? 90 + x വരും. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എന്തായിരിക്കും? ഈ കാണുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ മൊത്തം 180. ഇതും കൂടി കൂട്ടിയാൽ 180. അതിൽ നിന്നും എന്ത് കുറയ്ക്കുക? എക്സും 90 + x കുറയ്ക്കുക. സോ 180 - x + x 2x. ഇത് 90 -90 - 2x. 180 90 കുറച്ചാൽ 90 ആണ്. സോ 90 - 2x എന്ന ആൻസർ കിട്ടും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ചെയ്ത് ഈസി ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി എടുത്ത് കാണുക കേട്ടോ. നമുക്ക് ലൈവുകളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അടുത്തൊരു കിടിലം ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതില്ലാത്ത ചിത്രങ്ങൾ വളരെ കുറവാണ്. ഈ രീതിയിൽ ഒരു ചിത്രം തന്നുകൊണ്ട് ചോദ്യം വരാം. ഒന്നാമത്തെ കാര്യം പ്രൂവ് ദാറ്റ് ആണ് AB + CD = BC + AD എന്ന് പ്രൂവ് ചെയ്യുക. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? AB + CD. ഒരു പണിയില്ല. ഈ കാണുന്ന ചിത്രം അങ്ങനെ തന്നെ പകർത്തി വരച്ചുകൊണ്ട് ഇതിനെ A എന്നും ഇതിനെ B എന്നും ഇതിനെ C എന്നും ഇതിനെ D എന്നും നമുക്ക് വിളിക്കാം. ഇനി നിങ്ങൾക്ക് സെൻറ്റൻസ് ആക്കിയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഓരോന്നിനെയും വിളിച്ചു. അപ്പോൾ AB എന്ന് പറഞ്ഞാൽ എന്താണ്? AB എന്ന് പറഞ്ഞാൽ A + B ആണ്. CD എന്ന് പറഞ്ഞാൽ C + D ആണ്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് BC + AD ആണ്. എന്താണ് BC എന്ന് പറഞ്ഞാൽ? BC എന്ന് പറഞ്ഞാൽ B + C ആണ്. ഈക്വൽ ടു B + C + AD എന്ന് പറഞ്ഞാൽ A + D ആണ്. A + D. ഇത് രണ്ടും ഈക്വൽ അല്ലേ? AB + C A + B + C + D എന്ന് പറയുന്നതും A + B + C + D എന്ന് പറയുന്നത് സെയിം ആണ്. സോ LHS = RHS. പ്രൂവ് ആയി. അതായത് ഇതുപോലത്തെ ചിത്രത്തിൽ ഏത് ചിത്രം ആവട്ടെ മക്കളെ, ഓപ്പോസിറ്റ് തമ്മിൽ കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത് ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത ചോദ്യം വന്നത്. ഓക്കെ, AP യുടെ നീളം 2, BQന്റെ നീളം 5, CRന്റെ നീളം 3 ആൻഡ് DSന്റെ നീളം 4. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ. ഇതിന്റെ ചുറ്റളവ് കാണാൻ. ഇതിന്റെ ചുറ്റളവ് ഇത് 3 ആണെങ്കിൽ ഇത് 3 ആണ്. സോറി, ഇത് 3 ആണ്. ഇത് 5 ആണെങ്കിൽ ഇത് 5 ആണ്. ഇത് 2 ആണെങ്കിൽ ഇത് 2 ആണ്. ഇത് 4 ആണെങ്കിൽ 4 ആണ്. 4 3 7 7 7 14. ഇത് 14 കിട്ടി. നോക്കിയേ, ഇത് 14. ഇതും 14 ആയിരിക്കും കിട്ടുക. 3 5 8 8 6 14. കണ്ടോ? 14 + 14 28 കിട്ടും. AB + CD 20 ആണ്. ABയും CDയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 20 കിട്ടും എന്ന് പറഞ്ഞ അടുത്ത ചോദ്യത്തിൽ. AB + CD = 20 എങ്കിൽ AD + BC എത്രയായിരിക്കും? അതും 20 ആയിരിക്കും. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ABC? ദാറ്റ് ഈസ് 20 + 20 40. ഇത് രസമായിട്ടല്ല ആ ചോദ്യം പോയത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. അടുത്തൊരു ചോദ്യം, ഒരു 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതൊരു കിടിലം ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ കാണുന്ന ചിത്രത്തിൽ പ്രൂവ് ദാറ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നില്ല, പക്ഷെ ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന ത്രികോണത്തിന്റെ പെരിമീറ്റർ ഓഫ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു
ഈ ത്രികോണത്തിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 തവണ പി എക്ക് ഈക്വലാന്ന് പ്രൂവ് ചെയ്യുക. 2 തവണ പി എക്ക് ഈക്വലാന്ന് പ്രൂവ് ചെയ്യുക. ഈ കാണുന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഇതിന്റെ 2 തവണ ഈക്വലാന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പോയിന്റ് കൂടി ഇടുന്നു, ആർ. നമുക്കറിയാം ഈ കാണുന്ന നീളം ഞാൻ എക്സ് ഇട്ടു, പി ബിയുടെ നീളം എക്സ് ഇട്ടാൽ ഇതും എക്സ് ആണ്, ഇതിന് ഞാൻ വൈ ഇട്ടാൽ ഇതും വൈ ആണ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ കാണുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താ? ത്രികോണത്തിന്റെ ചുറ്റളവ്. ത്രികോണത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ ഈക്വൽ ടു ഈ കാണുന്ന നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ കാണുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ഈ കാണുന്ന രണ്ടെണ്ണത്തിന് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി എക്സ് എക്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി സി, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എ ബി പ്ലസ് ബി സി, എ ബി പ്ലസ് ബി സി പ്ലസ് എക്സും വൈ ഒക്കെ ഒഴിവാക്കി, കൺഫ്യൂഷൻ വേണ്ട. എ ബി പ്ലസ് ബി സി, എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന പി എ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് പി എ? പി എ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? പി ബി പ്ലസ് ഈ കാണുന്ന ഞാൻ ആർ എന്നെടുത്തു, പി ബി പ്ലസ് ബി ആർ. ഓക്കെ, ഇതിന് ഞാൻ ഒന്നുകൂടി മാറ്റിയതാണ്. എ ബി എന്ന് പറഞ്ഞത് എന്ത് ചെയ്തു? എ ബി, എ ബിന്ന് അങ്ങനെ തന്നെ എഴുതി എ ബി. ബി സിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതാൻ പോവാം. ബി സി എന്ന് പറഞ്ഞാൽ ബി ആർ പ്ലസ് സി ആർ, ബി ആർ പ്ലസ് സി ആർ ആണല്ലോ. ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആർ പ്ലസ് സി ആർ ആണ്. ആൻഡ് എ സിന് അങ്ങനെ തന്നെ എഴുതി. ഇനി ഞാൻ ചോദിക്കട്ടെ, എ ബി പ്ലസ് ബി ആർ, ഈ കാണുന്ന ചിത്രം നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ബി ആറും ബി പിയും ഈക്വൽ ആണ്. ബി ആർ ഈക്വൽ ടു ബി പി, രണ്ടും തൊടുവരകളാണ്. ബി ആർ ഈക്വൽ ടു ബി പി. അതേപോലെ സി ആർ ഈക്വൽ ടു സി ക്യു. അത് ഞാൻ ഇവിടെ കൊടുക്കുന്നു, ഈ കാണുന്ന ഇക്വേഷനിൽ കൊടുക്കുന്നു. എ ബി പ്ലസ് ബി ആർ എന്ന് പറഞ്ഞാൽ ബി പി കൊടുക്കുന്നു, പ്ലസ് സി ആർ എന്ന് പറഞ്ഞാൽ സി ക്യു കൊടുക്കുന്നു. ഓക്കെ, സി ആറിന്റെ സ്ഥലത്ത് സി ക്യു, രണ്ടും സെയിമാണ്. അപ്പോൾ എ ബി പ്ലസ് ബി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി പ്ലസ് ബി പി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി പ്ലസ് ബി പി എന്ന് പറഞ്ഞാൽ പി എ ആണ്. സോ എന്ത് കിട്ടുന്നു? പി എന്ന് കിട്ടുന്നു. ആൻഡ് സി ക്യു പ്ലസ് സി എന്ന് പറഞ്ഞാൽ അത് എ ക്യു ആണ്. എ ക്യു നമുക്കറിയാം ഈ രണ്ട് തൊടുവരയുടെ നീളം ഈക്വൽ ആണ്. എ ക്യു ഈക്വൽ ടു പി എ, പി എ ഈക്വൽ ടു എ ക്യു, എ ക്യു. സോ പി എ പ്ലസ് എ ക്യുവിന്റെ സ്ഥാനത്ത് പി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2PA. ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു ഐഡിയ ആണ്. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് എന്താണോ അത് ഈ കാണുന്ന തൊടുവരയുടെ, ഈ ചിത്രത്തിൽ തൊടുവരയുടെ ഡബിൾ ആയിരിക്കും. ഡബിൾ, 2 ടൈംസ് പി എ. ഐ മീൻ 2 തവണ പി എ ചെയ്യുന്നത് ഒരു തവണ ഇതിന്റെ പെരിമീറ്റർ എടുക്കുന്ന ഈക്വലാ. പി എ നീളം എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ ചോദ്യം വന്നത്. ഇൻ ദ ഫിഗർ ടാൻജൻസ് ടു ദി സർക്കിൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി 70 സെന്റിമീറ്റർ. ഇതിന്റെ ചുറ്റളവ് 70 ആണ്. ബി പിയുടെ നീളം 10 ആണ്. ബി പിയുടെ നീളം എത്രയാണ്? 10 ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ബി പിയുടെ നീളം എത്രയാണ്? 10 ആണ്. ഓക്കെ, സി ക്യൂവിന്റെ നീളം 7 ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി സി? ബി സിന്റെ നീളം എത്രയാണ്? സോ ഈ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ കാണുന്ന നീളം 10 ആണെങ്കിൽ ഈ നീളം 10 ആണ്. ഈ നീളം 7 ആണെങ്കിൽ ഈ നീളം 7 ആണ് അല്ലേ? അപ്പോൾ 17, ബി സി ഈക്വൽ ടു 17 എന്ന് കിട്ടും. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. നമുക്കറിയാം ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്, ഇതിന്റെ 2 തവണക്ക് ഈക്വൽ ആണ്. സോ 2 തവണ പി എ എന്ന് പറയുന്നത് ഇതിന്റെ ചുറ്റളവിന് ഈക്വൽ ആണ്, 70ക്ക് ഈക്വൽ ആണ്. സോ പി എ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 70/2 35 ആണ്. സോ ഇവിടെ ഓൾറെഡി 10 കിട്ടി, സോ ഇത് 25 ആയിരിക്കും. ഓക്കെ, ഇവിടെ ഓൾറെഡി 7 കിട്ടി, സോ അത് എത്രയായിരിക്കും? 18 ആയിരിക്കും. സോ ഇതിന്റെ സൈഡിന്റെ നീളം എന്ന് പറഞ്ഞാൽ 25, 17, 18. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? സോ ഐഡിയ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. യെസ്, ഈ കാണുന്ന എ എന്ന് പറയുന്നത് 1,1, ബി എന്ന് പറയുന്നത് 7,1, സി എന്ന് പറയുന്നത് 8,6, ഡി എന്ന് പറയുന്നത് 2,6 ആർ ദി വെർട്ടിസസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. ഒരു എ ബി സി ഡിയുടെ 4 പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് കാണാൻ പറഞ്ഞു? അതിന്റെ മിഡ് പോയിന്റ് ഓഫ് ദി ഡയഗണൽ, ഇതിന്റെ വികരണങ്ങളുടെ മധ്യബിന്ദു കാണാൻ പറഞ്ഞു. അത് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കാം. എ എന്ന് പറയുന്നത് 1,1, ബി എന്ന് പറയുന്നത് 7,1, സി എന്ന് പറയുന്നത് 8,6 ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ 2,6. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ കാണുന്നത് നേരെയാണ്. 1, 1 പാരലൽ ആണ്. 6, 6 ഇതും പാരലൽ ആണ്. സോ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ.
എ ബി ആൻഡ് സി ഡി ആർ എ ബി പാരലൽ ടു സി ഡി. നമുക്ക് ഇതിൽ ഈസി ആയിട്ട് കിട്ടും, കാരണം y കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇതൊരു പാരലലോഗ്രാം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതൊരു സമാന്തരികാന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബിയും സി ഡിയും സമാന്തരികാണ്. ഇനി എന്ത് കിട്ടിയാൽ മതി? ഈ രണ്ട് വശങ്ങളും എന്താണ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ഇതിന്റെ നീളം എത്രയാണ്? എ ഡിയുടെ നീളം എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 - 1 ഹോൾ സ്ക്വയർ, 6 - 1 ഹോൾ സ്ക്വയർ, റൂട്ട് 26 എന്ന് കിട്ടും. ഈ കാണാൻ നീളം ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 8 - 7 1 സ്ക്വയർ, 6 - 1 5 സ്ക്വയർ, ഇത് റൂട്ട് 26. രണ്ട് സൈഡും ഈക്വലും ആണ്. രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സാധാരണ പോലെ ഗ്രാഫ് വരച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാം. എന്നിട്ട് നീളം അളന്ന് എഴുതിയാലും മതി. എല്ലാ സൈഡുകൾ ആ സൈഡുകൾ പരസ്പരം ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. ഇതിൻ്റെ നീളം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇതിൻ്റെ നീളം എത്ര? A1 കുറച്ച് 6, ഈ നീളം 6 ആണ്, ഈ നീളം 6 ആണ്. എതിർവശങ്ങൾ പരസ്പരം ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് പാരലോഗ്രാം എന്ന് പറയും. സോ ഒരുപാട് വെറൈറ്റി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യണമെന്നുണ്ടായിരുന്നു, വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. സോ നമുക്ക് ഇനിയും വീഡിയോകളായിട്ട് കാണാം. പബ്ലിക് എക്സാമിന് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഏറ്റവും അടിപൊളിയായിട്ടുള്ള മക്കളാണ് നിങ്ങൾ. ഇനിയും അടിപൊളിയാവണം. വിഷു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നാളെ നാളെ ഉച്ചയ്ക്ക് ഒന്ന് വന്നിട്ട് എടുക്കാനൊരു പറ്റുമെന്ന് അറിയില്ല ഇൻ കേസ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ തന്നെ എടുത്തു വെച്ചത്. നന്നായിട്ട് പഠിക്കുക. മാക്സിമം SSLC കുട്ടിയൊക്കെ അയച്ചു കൊടുക്കുക. വിഷു ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ്.